ഒന്നായി ചേർന്നു പാടാം സ്വർഗവാണി സ്വർഗവാണി. സ്വർഗവാണിയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണുകളെടുത്ത് ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് പോകാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നതാരാ? ജോളി ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുന്നംകുളത്തുനിന്ന് ജോളി ആൻറ്റി, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കണം. ആ, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും എന്റെ ഭർത്താവും 3 പെൺകുട്ടികളും. കുഞ്ഞുങ്ങളൊക്കെ എന്താ എടുക്കുന്നു? പഠിക്കുവാണോ അതോ വർക്ക് ചെയ്യുവാണോ? അല്ല, അവരുടെ ഡിഗ്രി വരെ എല്ലാവരും പഠിച്ചു, പിന്നെ എല്ലാവരും കെട്ടിച്ചു വിട്ടു. ഓ, ശരി ശരി ശരി. അപ്പൊ ഇപ്പൊ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഈ ഒരു സന്തോഷത്തില് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈ മൂഡിൽ നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? പാട്ട് പാടിക്കോ. ഇനിയും ഫലം തരാത്ത അത്തിമരം ഞാൻ, നിനക്കായി പൂത്തിടാത്ത മുന്തിരിച്ചെടി ഞാൻ, നിറയും മിഴികളുമായി കേണിടുന്നു ഞാൻ, വയലിൽ നിന്നുമെന്നെ പിഴുതെറിയരുതേ, ബലിയായിരുന്നു എന്നെ സ്വീകരിച്ചിടുകിൽ, എന്റെ ഈ ജീവിതം ഞാൻ കാഴ്ചയേകിടാം. അതെയോ? ഒയ്യോ, വളരെ നല്ലൊരു പാട്ട് കേട്ടോ. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കും അല്ലേ? എന്താണ്? അതല്ല, ഞാന് ഈ പാട്ട് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നറിയോ? ഒരു പ്രാവശ്യം സ്വർഗവാണിയിൽ എന്റെ ഭാര്യ ഈ പാട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആണോ? ഓ ശരി ശരി. ഞാനത് ശ്രദ്ധിച്ചു. ഓക്കെ ഓക്കെ. എന്തായാലും പാട്ട് എനിക്ക് കിട്ടിയത്. ഓക്കെ, നല്ല മനോഹരമായ പാട്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ ആന്റി, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾ അന്വേഷണം പറയുക. ഞങ്ങൾ ആന്റിക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടിത്തരേണ്ടതെന്ന്? നിങ്ങള് അധികം പഴക്കമില്ലാത്ത നല്ലൊരു പാട്ട്. ഓക്കെ, അധികം പഴക്കമില്ലാത്ത നല്ലൊരു പാട്ട്. അപ്പൊ ആ നല്ലൊരു പാട്ട് ആന്റിക്ക് വേണ്ടി പാടിത്തരുന്നതായിരിക്കും കേട്ടോ. ശരി ശരി ശരി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണേ. ശരി ശരി. എല്ലാരും ഞങ്ങൾ അന്വേഷണം അറിയിക്കുക. ഓക്കെ. അപ്പം ഇപ്പം നമ്മളെ വിളിച്ചത് കുന്നംകുളത്ത് നിന്നുള്ള മേഴ്സി ആൻറ്റി. മേഴ്സി ആൻറ്റി ഒത്തിരി ഹാപ്പി ആയിട്ട് ആ പാട്ട് പാടി. വളരെ നല്ലൊരു പാട്ടല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുവാണ് ആ പാട്ട്. എങ്കിലും ചെടിയാ എന്നെ പിഴുതെറിയരുതേ, ആ വാക്കുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ ആൻറ്റിക്ക് നമുക്ക് ഒത്തിരി പഴയതല്ലാത്തൊരു പാട്ട് പാടാനാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു പാട്ടുമായിട്ട് തിരിച്ചു വരാം. എന്റെ കോട്ടയുമേ, എന്റെ ശരണ
നല്ലൊരു മനോഹരമായൊരു പാട്ടാണ്. അനിലടൂരിൻ്റെ തന്നെ വളരെ മനോഹരമായൊരു പാട്ടാണ് നമ്മുടെ കുന്നംകുളത്തുനിന്ന് മേഴ്സിയാൻറ്റി പറഞ്ഞത്. ഒത്തിരി പഴയതുമല്ല പുതിയതുമല്ലാത്തൊരു സോങ്ങാണ്. അപ്പം ഇത് ഇടക്കാല സോങ്ങാണ്. ഇടക്കാലാശ്വാസം എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ഇത് പാട്ടിന് ആദ്യമേ നമ്മൾ പാടിയില്ല, എൻ്റെ സ്റ്റാൻസ് തൊട്ടാണ് തുടങ്ങിയത്. എൻ്റെ ഉപനിധിയെ എൻ്റെ ഓഹരിയെ അങ്ങൻ്റെ നിക്ഷേപമേ. അപ്പം ഈ പാട്ട് മേഴ്സിയാൻറ്റിക്ക് ഒത്തിരി സന്തോഷമാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാരാ വിളിക്കുന്നത്? എന്റെ പേര് എബി എന്നാണ്. എബി, ഞാൻ അടൂരിൽ നിന്ന് വിളിക്കുന്നു. അടൂരിൽ നിന്ന് എബി. എന്തുകൊണ്ട് എബി ചേട്ടാ വിശേഷം? സുഖമായിരിക്കുന്നു, നല്ല വിശേഷം. എന്റെ കൂടെ ഇരിക്കുന്ന ബ്രദറിന്റെ പേര് എബി എന്നാണ് കേട്ടോ. കാണാറുണ്ട്, സ്ഥിരം വാച്ച് ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാം. ആണല്ലേ? ഓക്കെ. എബി ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണെ കുറച്ച് നാളുകൊണ്ട് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം വീട്ടിലെ പരിപാടികളൊക്കെ തന്നെയാണ്. ഓ ശരി ശരി. ഫാമിലിയൊക്കെ കൂടെ ഉണ്ടോ? ഇല്ല, അവരൊക്കെ പുറത്താണ്. ഓ ശരി ശരി. ഓക്കെ. പ്രോപ്പർ അടൂർ എവിടാണ്? അടൂർ അറിയാമോ? ഞാനൊരു അടൂരുകാരിയാണ്. ഓ താങ്ക് യു. ഞാൻ ഹോളി ഇംഗ്ലീഷ് സ്കൂളിന് അടുത്തായിട്ട് തന്നെയാണ്. ഓക്കെ. അടൂർ ടൗണിൽ തന്നെ. ഓ നമ്മുടെ സ്വന്തം ജംഗ്ഷനാണത് കേട്ടോ. ആണോ? ഹോളി ഇംഗ്ലീഷിന് അടുത്ത് അറിയാം അവിടെയൊക്കെ? ഓ പിന്നെ അറിയാം. ഒത്തിരി സന്തോഷം. അടൂരുകാരൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. എന്താണ് എബി ചേട്ടൻ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്താ. മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം പിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോ നീ എന്റെ ആശ്വാസദായനായി വന്നു. എത്രമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. ഒത്തിരി സന്തോഷം. നന്നായിട്ട് പാടി. അത് ഫീൽ ചെയ്ത് പാടി നന്നായിട്ട്. എന്തായാലും അടൂരുകാരുടെ അഭിമാനം പോയില്ല. കുഴപ്പമില്ല. അല്ല, നമ്മളെ ഈ അടൂരെന്ന് പറയുമ്പോഴേ ഈ ഞങ്ങള് ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് പണ്ട് തൊട്ട് ഈ അടൂരെന്ന് പറയുന്നത് ഈ കലാകാരന്മാരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഞങ്ങള് പറയുന്നത്. അതെ അതെ. അപ്പം എന്തായാലും ഞങ്ങൾ നിരാശപ്പെടുത്തിയില്ല. നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടി. ഓക്കെ. ഞങ്ങള് ശരി ശരി. ഓക്കെ, വിളിച്ചതിന് ഒത്തിരി സന്തോഷം. ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുക, സംസാരിക്കുക. ഓക്കെ, ഇതുപോലെ നല്ല പാട്ടുകളൊക്കെ പാടിത്തരിക. ഓക്കെ, തീർച്ചയായും ഞാൻ പാടാം. ഓക്കെ ഓക്കെ ചേട്ടാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, ശരി ശരി. അപ്പം നമ്മളെ വിളിച്ചത് ഫേബയുടെ സ്വന്തം സ്ഥലം അടൂര് നിന്ന് വിളിച്ച വിളിച്ചതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കലാകാരന്മാരുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഏത് ടൈപ്പ് കലാകാരന്മാരെ വേണമെങ്കിലും ഈ അടൂരിൽ നിന്ന് കിട്ടും. ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ അടൂരുകാരിയായത്. അപ്പം ബിബിച്ചേട്ടനോടുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതിലുപരി ആ പാട്ട് എല്ലാവരുടെയും ഒരു എവർഗ്രീൻ ഹിറ്റ് എന്ന് തന്നെ പറയാം. വളരെ നല്ലൊരു പാട്ടാണ്, നല്ലതായിട്ട് പാടിയത് എബിച്ചേട്ടൻ. ഓക്കെ, അപ്പം നമുക്ക് എബിച്ചേട്ടന് വേണ്ടി നല്ലൊരു പാട്ട് പാടിക്കൊടുത്തിട്ട് തിരികെ വരാം. ഓക്കെ. എത്ര മധുര
യേശുവൻ അടിസ്ഥാനം ആശയവനല്ലത്ര. വളരെ നല്ലൊരു പാട്ടാണ്, ഒത്തിരി പ്രത്യാശ ജനിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അതെ, അതിനകത്തൊരു വരി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര മധുരം അവൻ. നമ്മളിപ്പം ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അതെ, അവനെ പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതെ, അപ്പം അത്ര മാധുര്യം, അവൻ്റെ വാക്കുകൾക്ക് നല്ല മാധുര്യമാണ്. അതെ അതെ. അതുപോലെ ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത്രയും മാധുര്യമുള്ളതാണ്. അതെ അതെ. അപ്പം ആ ഒരു ദൈവത്തെ അങ്ങനെ എത്ര മാധുര്യമുള്ളവൻ എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. സത്യം, എബി പറഞ്ഞ പോലെ ഈ കർത്താവിനെ രുചിച്ചറിയാനാണ് പറയുന്നത്. അതെ, ദൈവത്തിനെ ആ ആഴത്തിലൂടെ ദൈവം എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഇറങ്ങി ചെന്ന് ആ ഒരു ഡെഡിക്കേഷനിലൂടെ നിന്നാലാണ് ദൈവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ജൽപ്പനം ചെയ്യുന്നത് പോലെയുള്ളൂ നമ്മുടെ പ്രാർത്ഥനയൊക്കെ. അപ്പം വളരെ ഒരു ബ്ലെസ്സിങ് സോങ് ആയിരുന്നു. എന്താണ് ലഭിച്ചേട്ടന് ഒത്തിരി ആശ്വാസമാകും. അതുപോലെ നമ്മളെ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമ്മൾ ഈ പാടുന്ന പാട്ടുകളൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ വെറുതെ പാടി വിടുന്നു എന്നുള്ളതല്ല, ഈ പാട്ടുകളുടെ വരികളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്, നമുക്കതിന് ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ഇത് മടത്തറ സ്ഥലം ബേബി എന്ന ആളാ. ബേബി അങ്കിൾ, ഈ മടത്തറ എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിക്റ്റാ? മടത്തറ, പാലോട്. മടത്തറ തൃശ്ശൂരാണോ? അല്ല, പാലോട്. അറിയോ? പാലോട്, തിരുവനന്തപുരം. പാലോട്, നെടുമങ്ങാട്, പാലോട്, മടത്തറ. ഓ, ശരി ശരി ശരി. അങ്കിളെ സുഖമായിട്ടിരിക്കുന്നു? ചെങ്കോട്ട റൂട്ട്. ഓക്കെ ഓക്കെ അങ്ങളെ, എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖം, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആണല്ലേ? അങ്കിളെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഈ ഭാര്യ, മകൻ, മരുമകള്, കൊച്ചുമോള്. ഓ ശരി ശരി. അപ്പം നമ്മുടെ ഈ സ്റ്റുഡിയോ കോംപ്ലക്സിനോട് ചേർന്ന് ബൈബിൾ മ്യൂസിയം ഉള്ളതറിയാമോ? അതറിയാം, പറഞ്ഞു കേട്ടി. ഞാൻ അവിടെ ഇല്ല, ബാക്കിയെല്ലാം പോയി, ഞാൻ പോയില്ലെന്നുള്ളേ ഉള്ളു. ആണോ? അപ്പൊ ഒരിക്കലും ബേബി അങ്കിളും കൂടെ വരണം കേട്ടോ. ഓ, വരാം. വിസിറ്റ് ചെയ്യാനായിട്ട് വരണം. നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ് നമുക്ക് ഇതൊക്കെ വന്നൊന്ന് കാണുന്നത്. ഒരു ദിവസം പോകണമെന്ന് എനിക്ക് ഉണ്ട് മനസ്സിൽ. ഓക്കെ. എന്താണ് ഇന്ന് ബേബി അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടുപേര് പാട്ട് പാടാമോ? ഓ ശരി, പാടിക്കാം. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെ ഇതാ, ഈ അൾത്താരയിൽ, ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ, നമ്മുടെ ദൈവമിതാ. ഒരു ദൈവം തന്റെ ജനത്തിന്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തന്റെ ജനത്തിന്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തന്റെ ജനത്തോടു കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. വളരെ നന്നായിട്ട് പാടി. ആ പാട്ട് മൊത്തം ബേബിയങ്ങളിനെ കൊണ്ട് പാടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ടൈം വളരെ ലിമിറ്റഡ് ആണ്. ആണോ? നമുക്ക് കോളേഴ്സ് ഇങ്ങനെ വെയിറ്റിംഗിലാണ്. അപ്പൊ നമുക്ക് ഓ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. പാട്ട് നല്ലൊരു സിംഗർ ആണ് അങ്കിള്. ഞാന് പള്ളിയില് കൊയറിൽ പാടുന്ന ആളാ. അത് കേൾക്കുമ്പോ അറിയാം, ആ ഒരു ടോണും ആ ഒരു പാട്ടിന്റെ ഒരു രാഗവും താളവും ഒക്കെ അനുസരിച്ചാണ് അങ്കിള് പാടുന്നത്. അപ്പൊ ഈ ആവുന്ന കാലത്ത് എന്തായിരുന്നു? അതെ, ഈ പ്രായത്തിൽ ഇത്രയൊക്കെ പാടുന്നപ്പോ എനിക്ക് 73 വയസ്സായി. 73 വയസ്സിലെ പാട്ടല്ല ഞങ്ങളിപ്പോ കേട്ടത്. ഞാനൊരു മലകരക്കാരനാ. 10ാമത്തെ വയസ്സ് വരെ 40ാമത്തെ വയസ്സ് വരെ മദ്ബഹാള് ശുശ്രൂഷ ചെയ്ത ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക. ആണല്ലേ? ഓക്കെ. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും പാടാനായിട്ടുള്ള ബലം ഒക്കെ ദൈവം നൽകട്ടെ. ആവുന്നത്രയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അതെപ്പോഴും ഞാൻ പ്രവർത്തിച്ചോണ്ടിരിക്കുക. ഇന്ന് മദ്ബഹാ ശുശ്രൂഷകനാണ്. ഓ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ എന്നെ എല്ലാവരും. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. അപ്പൊ നമ്മളെ വിളിച്ച നമ്മുടെ ബേബി അങ്കിളാണ്. ബേബി അങ്കിൾ നല്ലൊരു സിംഗറാണ് അല്ലേ?
അങ്കിൾ പാവം അങ്കിളിന് അത് മൊത്തം പാടണം വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടൈം നമുക്ക് കോൾ വെയിറ്റിംഗ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരോടെല്ലാം സംസാരിക്കണം. അപ്പം അവരുടെ ഈ ഒരു പ്രായം എന്ന് പറയുമ്പോഴേ ഒത്തിരി ഏജ് അത്രയൊക്കെ ആയില്ലേ, അപ്പം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ഇതൊക്കെയാണ്. അതെ അതെ. അപ്പം നിങ്ങൾ ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഞങ്ങളുടെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് അങ്കിളിന് വേണ്ടി നല്ലൊരു പാട്ട് പാടിയിട്ട് തിരിച്ചു വരാം. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. അതെ അതെ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്. ഈ പാട്ടും ഈ പറഞ്ഞതുപോലെ നമുക്കൊത്തിരി സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ഒരു സോങ് ആണ്. ഇപ്പം നമ്മളെ വിളിച്ച ബേബി അങ്കിളിന് ഈ ഒരു സോങ് ആശ്വാസമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ചെറുതിലെ തൊട്ട്, ചെറുതിലെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല, ഒരു സമയം തൊട്ട് ഞാൻ ഒത്തിരി കേൾക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന പാട്ടുകളിലൊന്നാണ് പ്രാണപ്രിയ യേശുനാഥ, ദൈവത്തിന് പുത്രനാം യേശു ഭൂജാതനായി. അപ്പം ഈ ഒരു പാട്ട് കേട്ട എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ജോർജ് വി മാത്യു എന്ന് പറയും. ജോർജ് വി മാത്യു അങ്കിൾ എവിടെന്നാ വിളിക്കുന്നത്? കോഴഞ്ചേരിയിൽ നിന്നും. കോഴഞ്ചേരിയിൽ നിന്ന് ജോർജ് അങ്കിൾ. ജോർജ് അങ്കിൾ എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. 3-4 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. ആണല്ലേ? എല്ലാം പ്രകൃതിയൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അനുകൂലമാകും കേട്ടോ. അതെ അതെ. പിന്നെ എന്തുകൊണ്ട് വീട്ടിൽ വേറെ വിശേഷമൊക്കെ എന്തുകൊണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലെ വൈഫും ഞാനുമേ ഉള്ളൂ. മകനും ഫാമിലിയും ഹൈദരാബാദിലാണ്. ഓ ശരി. മകൻ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയില് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. എന്തായാലും മകൻ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. ഒരു മകൾ കൂടിയുണ്ട്. മകള് മസ്കറ്റിലാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ശരി ശരി. മക്കൾ വിളിക്കുമ്പോൾ ഞങ്ങള് അന്വേഷണം ഒക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം ജോർജ് അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാട്ട് പാടാമോ? പഠിക്കട്ടെ. പാടിക്കും പാടിക്കും. അടവി തരുക്കളിനിടയിൽ ഒരു നാരണം കളന്നേ
അതിശയനമേശുവിന്. ഹലോ ഹലോ Yes. ജോർജിങ്ങളെ, എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കോൾ ഇങ്ങനെ കട്ടായി പോവാൻ. ഞങ്ങൾക്ക് ആ പാട്ട് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റിയില്ല. എങ്കിലും പാടിയ പാട്ട് ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒത്തിരി സന്തോഷം മംഗളെ ഈ പാട്ട് പാടിയതിൽ. റേഞ്ചില്ല. എബി ആൻഡ് ഫെബ ആണോ? അതെ അതെ, എബി ആൻഡ് ഫെബയാണ്. ഒരു ബോബി സേവിയർ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ. ഉണ്ടായിരുന്നു, അതെ അതെ. അദ്ദേഹം ഇപ്പം വേറെ കുറച്ച് തിരക്കിലായി പോയി. ശരി ശരി. എന്തായാലും ഞങ്ങളുടെ പേരൊക്കെ അങ്ങനെ മെൻഷൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്നും കാണുന്ന റെഗുലറായിട്ട് ഈ പ്രോഗ്രാം കാണുന്നതാണല്ലേ? ഓക്കെ, ഒത്തിരി സന്തോഷം. നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണണം കേട്ടോ. കാണാം, വിളിക്കണം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ എങ്കിലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ നമ്മളെ വിളിച്ചത് ബേബി അങ്കിളാണ്. ഒത്തിരി സന്തോഷം. നമ്മൾ പേരൊക്കെ എടുത്ത് വിളിച്ചു, അങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ എന്താണ്, ബേബി അങ്കിളിനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പാട്ട് പാടി തന്നെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റിയില്ല, മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അങ്കിള് ആ പാട്ട് ഫുള്ള് പാടി തരും. അതെ അതെ, ആ പാട്ട് അടവി തെരുക്കളിനിടയിൽ. അപ്പം നമുക്ക് ഇന്ന് അങ്കിളിന് വേണ്ടിയിട്ട് ആ പാട്ടിൻ്റെ തന്നെ ഒരു 2 വരി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പാടി കൊടുക്കാം. ഈ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ശരിക്കും ഇതിനകത്ത് ക്രിസ്തീയ പാട്ടുകളിൽ നന്നായിട്ട് കാവ്യാത്മകമായിട്ട് എഴുതിയേക്കുന്ന ഒരു പാട്ടാണ്. നല്ല രസം, ഒരു പദ്യം വായിക്കുന്ന പോലെയാണ് ആ പാട്ടിന്റെ ലിറിക്സ് എന്ന് പറയുന്നത്. അതെ അതെ. എന്തായാലും വളരെ സന്തോഷം അങ്കിളെ. അപ്പോൾ അങ്കിളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ പാട്ട് പാടാം. ഓക്കെ. പനിനീർ പുഷ്പം ശാരോനീലാവൻ താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരോനീലാവൻ താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൻ അതിവിശുദ്ധ വിശുദ്ധരിൽ അതിവിശുദ്ധനാവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വളരെ മനോഹരമായൊരു ഗാനമാണ്. ഞാൻ അടവി തെരുക്കളിനിടയിൽ ഒരു നാരകം എന്നാണ്. വളരെ മനോഹരമായൊരു ഗാനമാണ്. ഈ നമ്മുടെ ചർച്ചകളിലും എല്ലാ മീറ്റിങ്ങിനും ഇനിയിപ്പം സോളോ ആയിട്ടും പാടാനായിട്ട് പറ്റിയ വളരെ ഒരു ബ്ലെസ്സഡ് ശരിക്കും ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പം ഒരു മരുഭൂമി യാത്ര പോലെ തന്നെയാണ്. അതെ, കാരണം എപ്പോഴും ദുർഘടങ്ങൾ വരാം, അപകടങ്ങൾ സംഭവിക്കും, ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഒത്തിരി പ്രതികൂലമായിട്ടൊക്കെ വരാം. പക്ഷെ അവിടെ എല്ലാം കർത്താവ് നമ്മളെ താങ്ങും സഹായിക്കും. അങ്ങനെ വളരെ എന്താ പറയുന്നത്, ഒരേ സമയത്ത് തന്നെ നല്ല പ്രത്യാശയും നല്ല അനുഗ്രഹങ്ങളും ഒക്കെ തരുന്ന, ഒത്തിരി ആശ്വാസമൊക്കെ തരുന്ന ഒരു നല്ലൊരു പാട്ടാണ്. അതെ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കാവ്യാത്മകത ഇതിനകത്ത് ഒത്തിരി തുളുമ്പി നിൽക്കുന്നൊരു പാട്ടാണ്. അടവി തെരുക, ആ കാട്ടിൻ്റെ വലിയ വനത്തിലെ എന്താ പറയുന്നത്, ഒത്തിരി ഇടതൂർന്ന് നിൽക്കുന്ന വനങ്ങൾക്കിടയിൽ കാണുന്ന നാരകം പോലെ വിശുദ്ധരിൽ നടുവിൽ കാണുന്ന യേശുവിനെ കുറിച്ച് പാടുന്ന
വളരെ മനോഹരമായ ഒരു ഗാനമാണ്. എന്തായാലും ഇത്രയും നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ടൈം പോകുന്നത് അറിയുന്നതേ ഇല്ല അല്ലേ? ഫാസ്റ്റായിട്ട് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. നല്ല നല്ല പാട്ടുകൾ നിങ്ങളിൽ നിന്ന് കേൾക്കാനിടയായി. അതുപോലെ തന്നെ ചിലവരൊക്കെ പാടിയപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നെക്സ്റ്റ് ടൈം അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിവതും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലൗഡ് സ്പീക്കർ വെച്ച് സംസാരിക്കരുത്, ടി വിയുടെ വോളിയം വെച്ച് സംസാരിക്കരുത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ധാരാളമുള്ള സ്ഥലത്ത് നിന്ന് സംസാരിക്കാനായിട്ട് കഴിവതും ശ്രദ്ധിക്കുക. അപ്പോൾ കേൾക്കാനായിട്ടും നമുക്ക് ആ പാട്ടൊക്കെ വളരെ ആസ്വദിക്കാനായിട്ടും കഴിയും. ഇങ്ങനെ മുറിഞ്ഞ് പോകുകയില്ല. അത് നിങ്ങൾ പ്രേക്ഷകർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ വളരെ നല്ലൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ദൈവം ചെയ്തത് ഞങ്ങൾക്കും വലിയൊരു ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താൽക്കാലികമായി ഞങ്ങൾ വിട വാങ്ങുന്നു.